സാർ, ഈ അന്തിച്ചർച്ച എന്ന വാക്ക് സാർ ചർച്ചയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചു. ഞാനും ഈ അന്തിച്ചർച്ച പലപ്പോഴും സമൂഹത്തിന് ഏതെങ്കിലും നിലയ്ക്ക് ഗുണമുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാക്കുന്നുണ്ടോ എന്ന് സംശയം എനിക്ക് വന്നിട്ടുണ്ട്. പൊതുവെ കേരളത്തിലെ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അവർ മാധ്യമ പ്രവർത്തകരല്ലാതായി മാധ്യമ തൊഴിലാളികളായി മാറിപ്പോയിട്ടുണ്ട്. വെറും പെയ്ഡായിട്ടുള്ള ജോലിക്കാർ മാത്രമായിരുന്നു. മറ്റേത് അങ്ങനെ അല്ലാത്ത ഒരു വശം അവർക്കുണ്ടായിരുന്നു. അത് അവർ എക്സർസൈസ് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ അവർ പിണങ്ങി രാജിവെച്ചൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ തരത്തിലുള്ള ആളുകളുടെ തന്നെ അങ്ങ് അപ്രത്യക്ഷമായിപ്പോയി. കാരണം ഈ മാധ്യമങ്ങൾ മുഴുവനും, മാധ്യമങ്ങളെന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സ് രൂപപ്പെടുത്തുന്നതാണെന്ന് എല്ലാവർക്കും ഇന്നറിയാം. ക്ലാസ് റൂമിന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനസ്സ് രൂപപ്പെടുത്തുന്നത് മീഡിയ എന്ന് പറയുന്നതിനകത്ത് വിഷ്വലും പ്രിൻ്റ് മീഡിയയാണെന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ലോകമാണെന്നുള്ളത്. സൈക്കോളജി വന്നപ്പോഴാണ് അത് മനസ്സിലായത്. മനുഷ്യരുടെ മനസ്സെങ്ങനെയാണ് രൂപപ്പെടുന്നത്. അപ്പം മനസ്സെങ്ങനെ രൂപപ്പെടുത്തണം എന്ന് പറയുന്നത് ഒരിക്കൽ മനസ്സിലായതോടെ മറ്റേതാണെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരെങ്കിലും പോയിട്ടൊരു മാധ്യമം തുടങ്ങുകയാണ്, നാട് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മാധ്യമങ്ങൾ ആരംഭിച്ചിരുന്നത്. ഇന്നങ്ങനല്ല. ഇന്ന് നാട് എങ്ങനെ നിലനിൽക്കുന്നു എന്നറിയുന്ന ആൾക്കാർ, എങ്ങനെയാണ് അതിനെ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെതിരായി ചിന്തിക്കുന്നവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് മാധ്യമം. ഇവരെ അതുകൊണ്ടാവുമോ സോഷ്യൽ മീഡിയകളിലൊക്കെ പൊതുവെ ഇവരെ മാധ്യമ പ്രവർത്തകർ ചുരുക്കി മാപ്രകൾ എന്നൊക്കെ വിളിക്കാറില്ല? അവരത് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ പറയാനറിയുന്നത് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന മേഖല രൂപപ്പെട്ടപ്പോൾ അവരവരുടെ കാര്യങ്ങൾ പറയാനൊരു വേദി അവരവർക്ക് കിട്ടിയെന്നുള്ളത് കാരണം കൊണ്ടും മറഞ്ഞിരുന്ന് എന്തും പറയാൻ പറ്റുമെന്ന് അറിയുന്നത് കാരണം കൊണ്ടും ഉണ്ടായ ഒരു സ്ഥലമാണ്. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. മറഞ്ഞിരിക്കാൻ പറ്റും, ഫേക്ക് ഐഡിയയിലിരിക്കാൻ പറ്റും, മറഞ്ഞിരിക്കാൻ പറ്റും. അപ്പോൾ സ്വന്തം വീട്ടിനകത്ത് അയലത്തുള്ളവനെ പറ്റി കുറ്റം പറഞ്ഞാൽ അവരറിയാതെ പറയുന്നവരായിരുന്നു പണ്ട്. സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള പൊതു അഭിപ്രായമാണ് ഇത്. സോഷ്യൽ മീഡിയ അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഈ ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ അത് നിറഞ്ഞു നിൽക്കുകയാണ്. അതാ പറഞ്ഞത്, സോഷ്യൽ മീഡിയക്കകത്ത് എല്ലാവർക്കും സ്വന്തം ഇടമുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ വശത്തൂടെ അത് വന്നത്. പക്ഷെ സ്വന്തം ഇടം എന്ന് പറയുന്നത് മറഞ്ഞിരുന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പഴുത് അതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് പരസ്പരം പറയുന്നിടത്തെത്തിപ്പോയി. അതാണ് അതിൻ്റെ നഷ്ടം ഉണ്ടായ വശം. അപ്പോൾ ഇപ്പോഴും സാറിന് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ അവരുടെ രീതികൾക്ക് അപജയം സംഭവിച്ചു, അവര് വാങ്ങപ്പെട്ടു പോയി, അവര് തൊഴിലാളിയായി പോയി. മറ്റേതങ്ങനല്ല. മാധ്യമ പ്രവർത്തകർ ആരംഭിച്ചതായിരുന്നു പത്രങ്ങളും ടെലിവിഷനും എല്ലാം. അത് മുഴുവൻ വാങ്ങപ്പെട്ടു പോയി. മനസ്സിലായി സാർ. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിക്ക് അകത്തേക്ക് പണക്കാർ വരുന്നത് പോലെ. പണ്ട് കാലത്ത് രാഷ്ട്രീയ പാർട്ടി നാട് മാറ്റാൻ വേണ്ടി രൂപപ്പെട്ടതാ. അതിനകത്തേക്ക് മുതലുള്ളവർക്ക് മനസ്സിലായി ഇതിനകത്ത് കയറി നിന്നില്ലെങ്കിൽ അവർക്ക് കുഴപ്പമായി പോകുന്നു. അതുപോലെ തന്നെയാണ് പത്രത്തിനകത്ത് കയറി നിന്നില്ലെങ്കിൽ കുഴപ്പമായി പോകുന്നത്. അവൻ പത്രത്തിൻ്റെ മൂലധനം ഇറക്കുന്നവരായിട്ട് അവർ മാറി. അതോടെ അതിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ പത്രധർമ്മവും പോളിസിയൊക്കെ അവർ നിർണ്ണയിക്കും. അതിനകത്ത് ഇവർക്ക് ഒത്തിരി ശോഭിക്കുന്ന പോലെ സ്പേസസ് കൊടുക്കുന്ന പോലെ തോന്നും. പക്ഷേ ശരിക്കും നിയന്ത്രിക്കപ്പെട്ടു പോയി. അങ്ങനെ എല്ലാ കൊച്ചു മാധ്യമം പോലും പരസ്യം വാങ്ങാതെ നിൽക്കാൻ പറ്റാതായി. ഇപ്പോൾ ഇൻ്റർനെറ്റിനകത്ത് പോലും ചെറിയ അങ്ങനെയാണ് വൈറലാകുക എന്നൊക്കെ നമ്മൾ പറയുന്ന ആ കാര്യങ്ങളൊക്കെ പരസ്യം പിടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ വൈറലാകുന്നത്. അതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കുറച്ച് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് വരുമാനം ഉണ്ടാക്കുന്ന സാധനമായിട്ട് മാറി. അപ്പം ആ ഏരിയകളിലാണ് ആ സാധനങ്ങൾ മുഴുവൻ നിർത്തുന്നത്. അപ്പോൾ ആളുകൾ, ഇപ്പം ഞങ്ങളൊക്കെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് നാട്ടിലെ ആളുകൾക്ക് ചിന്തിക്കാൻ സഹായിക്കുന്ന പുസ്തകം വിൽക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. പത്രങ്ങളെല്ലാം ഉണ്ടായത് ഒരു അഭിപ്രായം പറയാനായിട്ട് നമുക്കൊന്ന് അടിച്ച് വിതരണം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുടെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ പത്രങ്ങളും ഉണ്ടായത്. അത് ആ ഏരിയ അങ്ങ് മാറിപ്പോയിട്ട് ഇന്നിത് മനുഷ്യരുടെ മനസ്സെങ്ങനെ പണ്ട് ക്ലാസ് റൂം മാത്രമായിരുന്നു. പല പ്രമുഖ മാധ്യമ പ്രവർത്തകരും ഇന്ന് സൂപ്പർ സ്റ്റാറുകൾക്ക് തുല്യമായ പരിവേഷം അത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്ന. നമ്മള് അതിനെ കൊതിച്ചാണ് പല ഇലക്ഷന് ഇത് വെക്കുന്നത് പോലെ തന്നെയാണ്. ന്യൂസ് വായിക്കുന്ന ആളിനെ എല്ലാവർക്കും പരിചയമാവും. അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടൊന്നുമല്ല, അവർക്ക് എന്തെങ്കിലും പുതിയ അറിവുണ്ടായിട്ടുണ്ടല്ല. എല്ലാ ദിവസവും അല്ല, ഫെയിം താനേ വന്നതാ. ന്യൂസ് വായിക്കാൻ ഇയാളെ വിളിക്കുന്നു, അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നു. എന്നെ എല്ലാവരും അറിയപ്പെടുന്ന ആളായിട്ട് മാറുന്നത് എനിക്ക് എന്തെങ്കിലും അറിവുണ്ടായിട്ടല്ല, ഞാൻ ആ ന്യൂസ് വായിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഒരു സിനിമയിൽ ഒരു തവണ അഭിനയിക്കുന്നത് വഴി എല്ലായിടത്തും പോസ്റ്റർ. പണ്ടാണെന്നുണ്ടെങ്കിൽ എത്ര പണം ചിലവാണെന്നറിയാം ഒരാളുടെ പോസ്റ്റർ അടിച്ച് വയ്ക്കണമെങ്കിൽ.
ഇന്നൊരു സിനിമയിൽ ഒരാൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ജ്ഞാനിയായി മാറും. കാരണം എല്ലാവരും അറിയുന്ന ആളായി മാറി. അപ്പം ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ആദ്യം അറിയില്ല.